ഗാബയിൽ ഇന്ത്യയ്ക്ക് കൂട്ടത്തകർച്ച. 22 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടം. ജയ്സ്വാളും ഗില്ലും കോഹ്ലിയും പുറത്ത്. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നേടിയത് 445 റൺസ്. വിശദമായ വാർത്തയിലേക്ക്. ഡാൻസ് ബാറിൽ ഗുണ്ടകളുടെ തമ്മിലടിയിൽ കേസെടുത്ത് പോലീസ്. ഓംപ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘാംഗങ്ങൾക്കെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തു. ഓംപ്രകാശിന്റെ കൂട്ടാളികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 ഗുണ്ടാത്തലവന്മാരുടെ തല്ല് വാർത്തയാക്കിയത്. വി അരുൺ വിവരങ്ങളുമായി ചേരും. എന്തായാലും ഇപ്പോൾ ഡാൻസ് ബാറിലെ തമ്മിലടിയിൽ ഗുണ്ടകളുടെ തമ്മിലടിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് കേസെടുത്തത്? എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, വെള്ളിയാഴ്ച രാത്രിയാണ് ഈഞ്ചക്കലിലെ ഡാൻസ് ബാറിൽ നിശാ ക്ലബിൽ ഗുണ്ടാ സംഘം തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് ഓംപ്രകാശിന്റെ കുപ്രസ്ഥ ഗുണ്ട ഓംപ്രകാശ് സംഘവും അതുപോലെ തന്നെ എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. അതിൽ 75ഓളം പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2 പേരെ വലിയൂർ സ്വദേശി അരുൺ, അതുപോലെ വലിയൂർ സ്വദേശി ബ്രിട്ടോ, പൂജപ്പുര സ്വദേശി അരുൺ എന്നിവരെയാണ് ഇന്നലെ മ്യൂസിയം പോലീസ് കസ്റ്റഡി എടുത്തത്. 2 പേരെയും ഫോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഫോർട്ട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓംപ്രകാശ് ഇതിനുശേഷം കലോത്സ് സിനിമ IFK വേദിയിൽ 2 മണിക്കൂറിലേറെ ടാഗോർ തിയേറ്റർ പരിസരത്തുണ്ടായിരുന്നു. അതിനെപ്പറ്റിയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ 2 പേരെ കസ്റ്റഡി എടുത്തതും ഈ ടാഗോർ തിയേറ്റർ വളപ്പിൽ നിന്നാണ് 2 പേരെ 2 സംഘങ്ങളെയും കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇവരെ കേസിൽ പ്രതിയേൽക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വലിയ സംഘർഷമാണ് ബാറിലുണ്ടായത്. ഡാനി എന്ന വലിയതുറ സാജന്റെ മകൻ ഡാനിയാണ് അവിടെ ഈ നൈറ്റ് ക്ലബിൽ DJ പാർട്ടി നടത്തുന്നത്. ഡാനിയെ ഓംപ്രകാശ് സംഘങ്ങൾ മർദ്ദിച്ചു എന്നതിനെ തുടർന്നാണ് സംഘർഷം തുടങ്ങിയത്. പിന്നീട് വലിയൊരു ടീം എയർപോർട്ട് സാധ്യത നേതൃത്വത്തിൽ വന്ന ഓംപ്രകാശിനെയും കൂടെ ഉണ്ടായിരുന്ന ആക്സിസ് നെതിരെ മർദ്ദിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 2 ഭാഗത്തുള്ള ആളുകളെ പ്രതിയേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓംപ്രകാശിന് വേണ്ടിയും പോലീസ് അന്വേഷണം തുടങ്ങിയതായാണ് സൂചന. ശരി, എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ്. അരുൺ തുടരണം. മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഉന്നതതല യോഗം ഇന്ന് ചേരുകയാണ്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP-യാണ് യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് യോഗം. അപകടം കുറയ്ക്കാൻ രാത്രിയും പകലും കർശന പരിശോധനയ്ക്ക് തീരുമാനമായിരുന്നു. അരുൺ, ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും ഏറ്റവും പ്രധാനമായും ചർച്ചയാവുക? എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? എങ്ങനെ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാമെന്നതിനെ പറ്റിയാകും പ്രധാനമായും ചർച്ച. നിരവധി പദ്ധതികൾ സർക്കാരിൻ്റെതായിട്ടുണ്ട്. പലതും കടലാസിലാണ്, പലതും തുടക്കദശയിൽ അവസാനിച്ചു പോയ പദ്ധതികളുണ്ട്. പോലീസിന്റെ കൃത്യമായ പട്രോളിംഗ് എല്ലാ രാത്രികളിലും ഉണ്ടാകാൻ നിർദ്ദേശമുണ്ട്. എന്നിട്ടും ഈ അമിതവേഗമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റോഡുകളുടെ ഘടനയിലെ പ്രശ്നങ്ങൾ ഈ അപകട കാരണമായി മാറാറുണ്ട്. എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നതിനെ പറ്റിയാണ് പ്രധാനമായും പോലീസ് ആലോചിക്കുന്നത്. നാളെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ PWD, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കും. അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു, തുടർക്കഥയായി മാറുന്നു. അത് സംസ്ഥാനത്തിന് നാണക്കേടാകുന്ന, ജനങ്ങൾക്ക് വലിയ ഭീതി ഉണ്ടാകുന്ന സംഭവമായി ഈ റോഡ് അപകടങ്ങൾ മാറുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് പോലീസ് ADGP-യുടെ യോഗവും അതുപോലെ നാളെ ഗതാഗത മന്ത്രിയുടെ യോഗവും ചേരുന്നത്. അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ നമ്മുടെ നിരത്തുകളെ സമാധാനത്തോടുകൂടി ആളുകൾക്ക് വിശ്വസിച്ച് യാത്ര ചെയ്യാൻ അവസരമുണ്ടാകാം, അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കർമ്മ പദ്ധതിയാകാം ഈ യോഗങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പനയമ്പാടത്ത് 4 കുട്ടികൾ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് അടച്ച കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുറക്കുകയാണ്. അതിവൈകാരികമാണ് സ്കൂളിലെ കാഴ്ചകൾ. അല്പസമയത്തിനകം അനുശോചന യോഗം ചേരും. അതിനുശേഷമായിരിക്കും ക്ലാസുകൾ തുടങ്ങുക. അതിനിടെ പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് കൈമാറും. പനയമ്പാടത്ത് മീഡിയൻ സ്ഥാപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. സ്ഥലത്ത് പരിശോധന നടത്തിയ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥിനികൾ, നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിനമാണ് കടന്നുപോയത്. നമ്മുടെ 4 വിദ്യാർത്ഥിനികൾ പനയമ്പാടത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ
മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ. അപ്പം അവരുടെ വിയോഗം നമ്മുടെ സ്കൂളിന് തീർത്താൽ തീരാത്ത ഒരു വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള യോഗം ഇന്ന് നമ്മളിവിടെ ചേരുകയാണ്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരു മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പനയമ്പാടത്ത് 4 കുട്ടികൾ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നടച്ച കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് തുറന്നിരിക്കുകയാണ്. അതിവൈകാരികമാണ് ആ സ്കൂളിലെ കാഴ്ചകൾ. ഇപ്പോൾ അനുശോചന യോഗം ചേരുകയാണ്. എത്തിച്ചേർന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്ര മാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജാഫർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റജി ജോസ്, പ്രസിഡന്റ്, SMC ചെയർമാൻ, എക്സിക്യൂട്ടീവ് SMC അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ യോഗം വളരെ അവിചാരിതമായി കൂടേണ്ടി വന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. പ്രതീക്ഷിക്കാത്ത പലതിനെയും നമ്മൾ നേരിടേണ്ടി വരും. ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല. പക്ഷേ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയാണ്. ഇതിനെയും നേരിടാനുള്ള ധൈര്യം നേടുക എന്നതാണ് ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളിലൊന്ന്. ഇപ്പം നമുക്ക് നമ്മുടെ ദുരന്തം അങ്ങനെ മാറ്റിവെച്ചാൽ ഏതാനും മാസം മുമ്പ് വയനാട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം. ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ഒരുപാട് ആളുകൾ, ഏതാനും ഗ്രാമങ്ങൾ അടുത്ത ദിവസം രാവിലെ ഇല്ല. മരണം ലിംഗബോധമില്ലാത്ത കോമാളയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ അനുഭവം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. കഴിയുന്നതിനെ പറ്റി പരിഭവിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മളുടെ കൂടെ നിന്നും നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അവരുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിച്ചു കൊടുക്കുക. ആ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാക്കാനായി യത്നിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ നമുക്ക് നടക്കാം. മക്കളെ നഷ്ടപ്പെട്ടതായ ആ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ദുഃഖത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. ഇവിടെ ഈ യോഗത്തിന് എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്ര മാഷ്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കുമാരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റോജി ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജാഫർ, PTA പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ, SMC ചെയർമാൻ ശ്രീ മുസ്തഫ, PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ യൂസഫ് പാലക്കൽ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ യൂസഫ്, ശ്രീമതി ഷാഹിദ, സ്കൂൾ ചെയർമാൻ, മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും തുടർന്ന് സംസാരിക്കാനുള്ള ആളുകളുണ്ട്. പരീക്ഷ 9:30 ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ യോഗം ഒരുപാട് വൈകിപ്പിക്കാൻ കഴിയുകയില്ല.
ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കുട്ടികൾ ഉടനെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയും തുടർന്ന് സംസാരിക്കുന്ന ആളുകൾ അവർക്ക് ഈ മരണപ്പെട്ടു പോയ കുട്ടികളുമായിട്ട് ആത്മബന്ധമുണ്ടെങ്കിൽ പോലും വൈകാരികമായ നിമിഷങ്ങൾ, വൈകാരികമായ അവരുടെ വികാരങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് നിയന്ത്രിക്കണമെന്നും അവർ ഈ കുട്ടികളെ ഉത്തേജിപ്പിക്കുന്ന കരുത്ത് പകർന്ന വാക്കുകൾ സംസാരിക്കണമെന്നും വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രാമേന്ദ്ര മാഷ് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കോമള ചേച്ചി, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റിജി ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, SMC ചെയർമാൻ മുസ്തഫ, സ്കൂൾ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഹൈസ്കൂൾ HM യൂസഫ് പാലയ്ക്കൽ, മറ്റ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തെ തന്നെ നടുക്കിയ വലിയൊരു അപകടമാണ് നമ്മുടെ പനയമ്പാടത്ത് വെച്ച് ഉണ്ടായത്. നിങ്ങളുടെയൊക്കെ കൂട്ടുകാരികൾ നമ്മെ വേർപിരിഞ്ഞു പോവുകയുണ്ടായി. അതോടനുബന്ധിച്ചുള്ളൊരു അനുശോചന യോഗമാണ് ഇന്നിവിടെ നമ്മൾ ചേരുന്നത്. നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ സഹപാഠികളായ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരികളാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. ഇതിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഞാൻ ഈ വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായത്. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. കരിമ്പ സ്കൂളിൽ അതിവൈകാരികമായ യോഗം ചേരുകയാണ്. ഇപ്പോൾ അനുശോചന യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ആ അപകടത്തിന് ശേഷം സ്കൂൾ തുറക്കുന്നത്. പരീക്ഷയാണ് കുട്ടികൾക്ക്. അവർ അത്യന്തം വൈകാരികമാണ് അവിടുത്തെ കാര്യങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിൽ. തിരുവനന്തപുരം പാളയത്ത് സമരത്തിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറിയ ഒരു വിഭാഗം ജീവനക്കാരെ തടഞ്ഞു. ഇത് തർക്കത്തിനിടയാക്കി. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തരുമോ? ശമ്പളം തരുമോ? എത്ര ദിവസം വിട്, എത്ര മാസം ദിവസം വിട്, ആ കണക്ക് വിട്. 6 വർഷമായിട്ട് ഓടുന്ന ഒരു വിഷയമാണല്ലോ. പൈസ കിട്ടുന്നതാണല്ലോ, ആണല്ലോ. 15-16 മണിക്കൂർ 15-16 മണിക്കൂർ പൈസ വേണോ നീ ഓട്, പൈസ വേണോ നീ ഓട്. 17 മണിക്കൂർ ഓടുമ്പോഴാണ് കിട്ടുന്നത്. എത്ര രൂപ നിനക്ക്? 10,900 പക്ഷെ എനിക്ക് കിട്ടും. ഞാൻ 10-13 മണിക്കൂർ എനിക്ക് 1500 കിട്ടും. അത് ഓടണം. അല്ലാതെ ചുമ്മാ ഇരുന്ന തരത്തില്ല. അതുകൊണ്ട് നീ ചുമ്മാ സംസാരിക്കല്ലേ. ആൾക്കാർക്ക് സീനല്ല. ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഈ സമരത്തിന് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? ഇന്നത്തെ ഒരു ദിവസത്തിൽ ഇവിടെ വളരെയധികം തൊഴിലാളികൾ വരേണ്ടതാണ്. എന്തുകൊണ്ട് ആരും വരുന്നില്ല? 1-2 ഒറ്റപ്പെട്ട ഇത് സമയം മാത്രമേ ഉള്ളൂ. ഇവിടെ അവർ വരട്ടെ, എല്ലാവരും വരട്ടെ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിയുടെ കൈക്കൂലി മാറ്റാൻ കേട്ടാ, ഓടാൻ പറ്റൂല. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. മനസ്സിലായ? നിനക്ക് കൂടി വേണ്ടിയിട്ടാണ്. നിനക്ക് കൂടി ഞങ്ങൾ ഇത്രയും പേര് ജോലി കളഞ്ഞിട്ട് സമരം ചെയ്യണത്. എന്താ ജോലി കളഞ്ഞിട്ട് സമരം? ഞങ്ങൾ ജോലി കളഞ്ഞിട്ട് സമരം ചെയ്യണം. ഇത്രയും പേര് സമരം ചെയ്യുന്ന എന്തിനാണ്? ഞാൻ സുഖ്യോണ്ണ കാണണോ? കാണണോ? ഞാൻ സുഖ്യോണ്ണാണെന്ന് ഞാൻ കാണണോ? നിനക്ക് കാണണോ? ഞാൻ സുഖ്യോണ്ണ എന്തുവാണ്? പിന്നെ ഇന്നലെ എവിടെ ഓടി? ഇന്നലെ ഓടി ഞാൻ കാണിച്ചു തരാം. അതാണ് ഇല്ല ഓർഡർ കാണിച്ചിരുന്നില്ല. ഞാൻ പറയുന്നത് നിനക്ക് മാത്രം കൊമ്പൻ തരും. നിനക്ക് മാത്രം കൊമ്പൻ തരും. നിനക്ക് മാത്രം കൊമ്പൻ തരും. ഒരു പ്രശ്നം ഉണ്ടാകും. എനിക്ക് ജോലി ചെയ്യാൻ സമരം ചെയ്യും. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ
ഒരു സമരമാകുമ്പോൾ നമ്മൾ കഴിയുന്നത് ആരുണ്ട് ഇത്ര ആരും കണ്ടില്ലല്ലോ. വി അരുൺ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. അരുൺ, എന്താണ് പ്രശ്നം? അശ്വതി, സ്വിഗ്ഗി ജീവനക്കാരെന്ന് പണിമുടക്കുകയാണ്. ഇത് ഒരു സംസ്ഥാന വ്യാപകമായ പണിമുടക്കാണ്. ഇത് സംസ്ഥാനം മുഴുവൻ പണിമുടക്കുകയാണ്. എന്താണിത്? സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിൽ മുഴുക്ക പണിമുടക്ക്, സംസ്ഥാനം മുഴുക്ക പണിമുടക്ക്. നോട്ട് ഓൺലി ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എല്ലാ സംസ്ഥാനങ്ങളിലും, കോഴിക്കോട്, എല്ലായിടത്തും സമരമാണ്. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ 6 വർഷം മുമ്പ് ഈ കമ്പനി തുടങ്ങിയ സമയത്ത് ഒരു ഓർഡറിന് 5 കിലോമീറ്ററിന് 25 രൂപയാണ് സാലറി. ആ 25 രൂപയാണ് 6 വർഷം കഴിഞ്ഞിട്ടും ഇവര് തരുന്നത്. ഒരു ഓർഡറിന് 25 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 10 കിലോമീറ്ററിന് 25 രൂപ. ഏത് മനുഷ്യനൂടെ ജോലിയെ കഴിയും? ഒരു തരത്തിലും ജീവിക്കാൻ കമ്പനി. ഞങ്ങളുടെ രക്തം കാർന്ന് കുടിച്ചുകൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാം ആത്മഹത്യയിലേക്ക് അനിശ്ചിതകാല സമരമാണോ ഇത്? അനിശ്ചിതകാല ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ പണിമുടക്കാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ പണിമുടക്കാണ്. എത്ര ജീവനക്കാരുണ്ട് ജില്ലയിൽ മാത്രമായിട്ട്? ജില്ലയിൽ മാത്രം എത്ര? 4260 പേരുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ? അല്ല, ഇത് കമ്പനിയുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട്, കമ്പനിയുടെ എഫ്എംമാര് പൈസ കൊടുത്തുകൊണ്ട് കുറെ പയ്യന്മാരെ ഇതിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വിടുന്നതാണ്. സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമരത്തെ വയലന്റ് ആക്കാൻ അവർ പറയുന്ന അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. അതാണ് പൈസ മതിയാവും. കാരണം കമ്പനി അവൻ പൈസ കൊടുക്കല്ലേ. കമ്പനി അവന് പൈസ കൊടുക്കല്ലേ. നിങ്ങൾ ജോലി ചെയ്യാൻ വന്നതാണ്? നമ്മൾ ജോലി ചെയ്യാൻ വന്നതാണ് രാവിലെ. നമ്മൾ വന്നാൽ നമ്മളെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരെ കൊണ്ട്. രാവിലെ ഞാനാണ് ഈ ഫ്ലക്സ് കയറിയത്. ഇപ്പോ ഞാൻ രാവിലെ കയറി കിടന്ന ഫ്ലക്സ് ഞാൻ 8 മണിക്കാണ് രാവിലെ വന്നത്. നിങ്ങൾക്ക് ഈ പൈസ മതിയെന്നുണ്ടോ? ഒരു കറപ്ഷൻ ഉണ്ട്. പുള്ളി ഫ്ലെക്സ് കീറിയെന്നല്ല, പുള്ളിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഞാനാണ് ഫ്ലെക്സ് കീറിയത്. മുട കാണിക്കുന്നില്ല. ആരാണ് ഫ്ലെക്സ് കീറിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാനാണ് ഫ്ലെക്സ് കീറിയുന്നത്. സ്വന്തമായിട്ട് അവകാശവാദം ഉന്നയിച്ച് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട്, അതായത് ജോലി പണിമുടക്കുന്നവരും അത് ജോലിക്ക് കയറണമെന്ന നിലപാടുള്ളവർ തമ്മിലാണ് തർക്കം. വലിയ ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നുവെന്ന പരാതിയാണ് സ്വിഗ്ഗി തൊഴിലാളികൾക്ക്. അതുകൊണ്ടാണ് അവർ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നത്. 4000 തൊഴിലാളികൾ തിരുവനന്തപുരത്ത് മാത്രമുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമരക്കാരുമായും അതുപോലെ തന്നെ ഈ സമരത്തെ എതിർക്കുന്നവരുമായും ചർച്ച നടത്തുകയാണ്. കന്റോൺമെന്റ് പോലീസാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അവർ നോട്ടീസ് നൽകിയുള്ളൊരു സമരമാണ്. CITUവും INTUCയും സംയുക്തമായി സമരത്തിന്റെ ഭാഗമാവുകയാണ്. രണ്ടുപേരും ഇന്ന് ഇവരുടെ പ്രകടനത്തിലേക്ക് സമരത്തിന് നേതൃത്വം നൽകുന്നത് CITUവിന്റെ പ്രധാന നേതാവായ ജയൻ ബാബുവും അതുപോലെ തന്നെ INTUCയുടെ പ്രതാപനുമൊക്കെ. അങ്ങനെ സമരത്തിൽ സംയുക്തമായി INTUC CITU സമരമാണ്. ഈ തൊഴിലാളികൾക്ക് പിന്തുണയുമായി. പക്ഷേ ജോലിക്ക് തയ്യാറെടുത്ത് വന്ന ആളുകളും ഇവിടെയുണ്ട്. 2018 സ്വിഗ്ഗി ആരംഭിച്ചത്. അതുകൊണ്ട് ഇതുവരെ 5 കിലോമീറ്ററിന് 5 രൂപയാണ് നിരക്ക്. 5 കിലോമീറ്റർ 25 രൂപ. അതായത് ഇപ്പോൾ അത് 10 രൂപയും 15 രൂപ വെട്ടിക്കുറച്ച് ഒരു തൊഴിലാളിക്ക് 18-19 മണിക്കൂർ നിർബന്ധിതമായി ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്ന പരാതിയാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോടും ഒക്കെ ഇന്ന് സമരമുണ്ട്. ക്രിസ്മസിന് മുമ്പ് പത്തനംതിട്ട, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിലും സമരം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. അതുകൊണ്ട് സൊമാറ്റോ തൊഴിലാളികളും 24 മണിക്കൂർ ഒരു ദിവസം അത് ഈ സമരത്തിന് പിന്തുണയുമായി മറ്റൊരു ഭക്ഷണ വിതരണ ഏജൻസിയായ സൊമാറ്റോയും സമര രംഗത്താണ്. ശരി അരുൺ, എന്തായാലും സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിലാണ്. തിരുവനന്തപുരത്ത് ഒരു വിഭാഗം ജോലിക്ക് കയറിയതിനെ അവരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോൾ പോലീസ് എത്തി അവിടെ കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 10 മണിക്ക് കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്. ദേശങ്ങൾ, ഭാഷകൾ, അതിർത്തികൾ ഒന്നും ബാധകമല്ലാത്ത ഒരു മാന്ത്രികനായിരുന്നു സാക്കിർ ഹുസൈൻ. അദ്ദേഹം എല്ലായിടങ്ങളിലും ആദരിക്കപ്പെട്ടു. എല്ലായിടത്തും അദ്ദേഹത്തിന് അംഗീകാരം തേടിയെത്തുകയും ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ശ്വാസകോശവും സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. 3 വയസ്സിൽ തുടങ്ങിയ ഒരു
ജീവിത യാത്രയാണ് സക്കീർ ഹുസൈൻ്റെ സംഗീതത്തിലൂടെയുള്ളത്. 3 വയസ്സിൽ തന്നെ ആ ബാലൻ അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത്. 12 വയസ്സിൽ പൊതുവേദിയിലെത്തി അദ്ദേഹം തൻ്റെ സംഗീത മികവ് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്നൊരു ജൈത്രയാത്ര എന്ന് തന്നെ നമുക്ക് പറയാം. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ പുരസ്കാരങ്ങളെല്ലാം നൽകി ആദരിച്ച ഒരു മഹാകലാകാരനാണ് അദ്ദേഹം. നമുക്ക് രവിശങ്കറിനോടൊപ്പം അതല്ലെങ്കിൽ അലി അക്ബർ ഖാനോടൊപ്പം ശിവകുമാറിനോടൊപ്പം ഒക്കെ അതേ ശ്രേണിയിൽപ്പെടുന്ന ഒരു മഹാനായ കലാകാരനാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നോർക്കണം. 1951 അദ്ദേഹം ജനിക്കുന്നത്, മാർച്ച് 9. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തിന് കിട്ടിയ ഒരു ഏറ്റവും അമൂല്യമായ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് 1951 മാർച്ച് 1 ഇന്ത്യയിലേക്ക് ജനിച്ച സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ തബല വായിക്കാനുള്ള വൈദഗ്ധ്യം അത് ആളുകളെ അമ്പരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ആളുകളെ വിസ്മയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആളുകളെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ആളുകളുടെ ജനമനസ്സുകൾ, സംഗീതാസ്വാദകരുടെ മനസ്സുകൾ കീഴടക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ വിജയത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. അദ്ദേഹം ഒരു ബാലപ്രതിഭ എന്ന നിലയിൽ ആരംഭിച്ച് ലോക സംഗീതത്തിൽ നിറസാന്നിധ്യമായി എത്രയോ കാലം നിലനിന്നു. ഗ്രാമി അവാർഡുകൾ ഒരു രാജ്യത്തിൻ്റെയോ ഒരു അതിർത്തിയുടെയോ അകത്ത് ആകാത്ത റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരാനിരിക്കെ ഇപ്പോൾ വീണ്ടും വാഹന അപകടങ്ങളുടെ വാർത്തകൾ വരികയാണ്. കോഴിക്കോട് മുക്കം അരീക്കോട് റോഡിൽ വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. വലിയ പറമ്പിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വയനാട്ടിൽ നിന്നും വേങ്ങരയിലേക്ക് പോയ ഒമിനി പോസ്റ്റിലേക്കാണ് ഇടിച്ചു കയറിയത്. യാത്രക്കാർ കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റൊരു അപകട വാർത്ത. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി തട്ടി വയോധികന് ദാരുണാന്ത്യം. കൂടൽ സ്വദേശി ഗംഗാധരനാണ് മരിച്ചത്. കൂടൽ ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ നവദമ്പതികളടക്കം 4 പേർ മരിച്ച അപകടമുണ്ടായ മുറിഞ്ഞകല്ലിന് സമീപത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, ഇതെപ്പോഴായിരുന്നു അപകടം? എങ്ങനെയാണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ വൈകിട്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഇന്നലെ തന്നെ 4 പേരുടെ മരണം ഉണ്ടായ മുറിഞ്ഞകലിന്റെ തൊട്ട് സമീപമുള്ള കൂടൽ ദേവി ക്ഷേത്ര സമീപമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. അതായത് ടിപ്പർ ലോറി പിന്നോട്ടെടുക്കുമ്പോൾ ആണ് ഈ മധ്യവയസ്കൻ അതിലടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഉടൻ തന്നെ ആംബുലൻസിൽ കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോവുകയും രാത്രിയോടുകൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ രാത്രിയിൽ ഗംഗാധരൻ മരിച്ചായിട്ടുള്ള വിവരമാണ് പോലീസ് നമുക്ക് ഇന്നലെ അറിയിച്ചത്. പക്ഷേ ഇന്നലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ മുറിഞ്ഞകൽ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ കൂടൽ ദേവി ക്ഷേത്രം. അവിടെ തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരേ പ്രദേശത്ത് തന്നെ 2 അപകടങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വളരെ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ. ഇന്നലെ തന്നെ നമുക്കറിയാം വലിയൊരു അപകടം ഉണ്ടായി. 4 പേര് തൽക്ഷണം മരിക്കുമ്പോൾ തന്നെ നടപടിയെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പും MLA അടക്കമുള്ള ആളുകൾ പറയുമ്പോഴും അടുപ്പിച്ച് അപകടങ്ങൾ പ്രദേശത്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും വളരെ ശ്രദ്ധയോടുകൂടിയുള്ള വാഹനം ഓടിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പാർട്ടിയോ പറയുന്നു. അവിടെ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. രാത്രിയോടുകൂടിയാണ് ഗംഗാധരൻ മരിക്കുന്നത്. എന്തായാലും ഇപ്പർ പിന്നോട്ടെടുത്ത സമയത്ത് നടന്നു പോകുന്ന ഈ കൂടൽ ദേവീക്ഷേത്രത്തിന് സമീപത്തേക്ക് നടന്ന് റോഡരിയിൽ കൂടി നടന്നുപോയ ആളാണ് ഗംഗാധരൻ. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. ശരി ശശി, ഒന്ന് തുടരുക. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി. റാന്നി സ്വദേശി അമ്പാടി സുരേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് സംഭവം. ബിവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. പ്രതികൾ കസ്റ്റഡിയിലാണ്. ശശി നാരായണൻ തുടരുന്നുണ്ട്. ശശി, എന്താണ് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? ആക്ച്വലി ആദ്യം ഇതൊരു അപകട മരണമാണെന്നാണ് പോലീസിന്റെ ഒരു കണക്കൂട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണത് കൊലപാതകം എന്ന രീതിയിലേക്ക് വരുന്നത്. കാരണം ഈ അമ്പാടിയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള 3 പ്രതികളും അമ്പാടിയും തമ്മിൽ സിവറേജ് കോർപ്പറേഷനെ സമീപിച്ച് കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർ വാക്കുതർക്കം ഉണ്ടായും പരസ്പരം കയ്യേറ്റം ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് റാന്നി മന്നവിരുതിയിൽ അമ്പാടി നിൽക്കുമ്പോഴാണ് ബൈക്കിൽ അവിടെ ആ സ്ഥലത്ത് കാറ് കൊണ്ടുവന്ന് ഇവര്
അമ്പാടി ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോവുകയായിരുന്നു. അത്തരത്തിലാണ് അമ്പാടിയുടെ മരണം സംഭവിക്കുന്നത്. അത് കൂട്ടി വായിക്കുമ്പോഴാണ് അത് കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. അതിൽ പ്രതികൾ 3 പേരാണുള്ളത്. കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു അപകടമരണമല്ല, മറിച്ച് കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഏതായാലും പ്രതികള് ഇപ്പോൾ നിലവിൽ 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻപുണ്ടായ തർക്കങ്ങൾ, നേരത്തെ ഈ വിവരയിന് മുന്നിലുള്ള തർക്കത്തിന് പുറമെ നേരത്തെയും ഈ അമ്പാടിയുമായി ഈ പ്രതികൾക്ക് എന്തെങ്കിലും തർക്കമോ വൈരാഗ്യമോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അമ്പാടി മരിച്ചിരിക്കുന്നു. റാന്നി ചിത്തങ്കര സ്വദേശിയാണ് അമ്പാടി. പ്രതികൾ 3 പേരെയും പോലീസ് വ്യക്തമായ രീതികളിൽ ഇവരുടെ കണ്ട് വിശദമായ കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുകയാണ്. അശ്വതി, ശരി. പാർക്കിങ്ങിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. SSLC +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗം ഇന്ന്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ അധ്യാപകരുടെ പങ്ക് കണ്ടെത്താൻ വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെയുള്ളവയിൽ തീരുമാനമെടുക്കും. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് ആരോപണം നേരിടുന്ന യൂട്യൂബ് ചാനലിന്റെ ഉള്ളടക്കം പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതിനിടെ MS സൊല്യൂഷൻസ് യൂട്യൂബ് സ്ട്രീമിംഗ് നിർത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ എന്ത് നടപടി ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. അശ്വതി, കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു എന്ന പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും പരീക്ഷയുടെ തലേ ദിവസമാണ് ഈ പ്രഡിക്ഷൻസ് എന്ന പേരിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ ഈ യൂട്യൂബ് ചാനലുകളിൽ ചോദ്യങ്ങൾ വരുന്നത്. പലപ്പോഴും ഈ ചോദ്യങ്ങൾ അതേപടി പിറ്റേ ദിവസത്തെ പരീക്ഷയിൽ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നിവയിൽ ആരോപണം ഉയർന്നിരുന്നു. ഒപ്പം ഈ അധ്യയന വർഷത്തിലെ ഓണപ്പരീക്ഷ, അതിനു പിന്നാലെ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയിലുമാണ് ഇത്തരം ആരോപണം വന്നിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് അത്ര ഗൗരവമായി എടുത്തില്ലെങ്കിലും ഇപ്പോൾ അതീവ ഗൗരവമായി എടുക്കുന്നു എന്നതാണ് വസ്തുത. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ +1-ൻ്റെയും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ഒക്കെ ചോദ്യപേപ്പർ തലേദിവസത്തെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ആ ചോദ്യങ്ങളുടെ അതേ രീതിയിൽ തന്നെയാണ് വന്നത്. ഒപ്പം ഇത്തവണ പുതുക്കിയ രീതിയിലായിരുന്നു ഇംഗ്ലീഷ് പരീക്ഷ നടത്തിയത്. ആ രീതിയിലുള്ള ചോദ്യങ്ങളും അതേ രീതിയിൽ തന്നെ ഈ ചോദ്യപേപ്പറിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം, അതുതന്നെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി തന്നെ അധികൃതർ കരുതുന്നു എന്നാണ് അറിയിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ യോഗം വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഡയറക്ടറുടെയും ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും സാന്നിധ്യത്തിൽ ചേരും. നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നും ഇത്തരം ചോർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ആരോപണ വിധേയരായ SM സൊല്യൂഷൻസ് എന്ന സ്ഥാപനം കഴിഞ്ഞ ഓണപരീക്ഷയിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയിരുന്നു. ഇതേക്കുറിച്ച് താമരശ്ശേരി DO അന്വേഷിക്കുകയും വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് കോഴിക്കോടിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അദ്ദേഹം മേൽത്തട്ടിലേക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ അതിൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. പിന്നീടാണ് ഇപ്പോൾ ഇതേ പ്രവൃത്തി ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നു, സൈബർ സെല്ലിന് പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം KSU റൂറൽ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റൂറൽ പോലീസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം യൂട്യൂബ് പേജിൻ്റെ ഉള്ളടക്കം പരിശോധിക്കും. ഉള്ളടക്കത്തിൽ ഈ ചോർന്ന ചോദ്യപേപ്പറും ഇവർ നടത്തിയ പ്രഡിക്ഷൻസും തമ്മിൽ ഒരേ രീതിയിലാണോ എന്നുള്ള പരിശോധനയാവും നടത്തുക. അതിനുശേഷം ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. എന്തായാലും ഈ SM സൊല്യൂഷൻ എന്ന സ്ഥാപനം 2 ദിവസമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. അനീഷ്, ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉയർന്നത് എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ അധ്യാപകരുടെ ട്യൂഷൻ, സ്വകാര്യ ട്യൂഷൻ, അത് സംബന്ധിച്ചും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ യോഗത്തിലുണ്ടോ അനീഷ്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ആലോചന വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും മറ്റുമൊക്കെ ഈ കൂണുപോലെ മുളയ്ക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അധ്യാപകരുടെ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പരിചയസമ്പന്നരായ അധ്യാപകർ പലയിടങ്ങളിലും വൻകിട ട്യൂഷൻ സെൻ്ററുകളിൽ രഹസ്യമായി ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത്തരം സ്വകാര്യ ട്യൂഷൻ എടുക്കലുകൾ കർശനമായി നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ പോലും അത് അനുസൃതമായി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം ഈ പ്രത്യേകം പാനലാണ് ഈ ചോദ്യപേപ്പർ അടക്കം തയ്യാറാക്കുന്നത്. ഡയറ്റ് വഴിയൊക്കെയാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. അതിൽ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള അധ്യാപകരാണ് ഈ ചുമതലയ്ക്ക് നിയോഗിക്കപ്പെടുന്നത്. എന്തായാലും അവർ വഴി ഈ ചോദ്യപേപ്പറുകൾ സ്വകാര്യ ഏജൻസികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. എന്തായാലും നിലവിൽ ഈ SM സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയാൽ തന്നെ ആരൊക്കെയാണ് ചോദ്യപേപ്പർ കൈകാര്യം ചെയ്ത് ഇത് ഏതൊക്കെ തട്ടിൽ കൂടെ കറങ്ങിയാണ് പരീക്ഷയ്ക്ക് എത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ വളരെ അനായാസമായി കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു ഗൗരവമായ അന്വേഷണത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നു. സർക്കാർ അധ്യാപകർ തന്നെയാണ് ഈ അന്തിമഘട്ടത്തിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും കർശനമായി തന്നെ ഇത്തരം അധ്യാപകരുടെ അവിഹിതമായ ഇടപാടുകൾ തടയണമെന്ന ആവശ്യം തന്നെയാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇത്തവണ ഒരു സമഗ്രമായ അന്വേഷണം നടന്നാൽ ഈ ചോർച്ച ഇതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും അങ്ങേയറ്റം കുട്ടികളെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഇത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM സമ്മേളനം നടത്തിയ കേസിൽ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ ഇതുവരെ സ്വീകരിച്ച നിയമ നടപടികൾ DGP വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 31 പേർക്കെതിരെയാണ് കേസ്. സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയ മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇന്നലെ ക്യാമ്പിലെ ശുചിമുറിയിലാണ് വിനീതിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ, അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്ക് തുടങ്ങും? ഇതിൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ടാണ് ആദ്യം കൊണ്ടുവന്നത്. ഇപ്പോൾ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ മറ്റ് ADM അടക്കമുള്ള ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കും. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 അരീക്കോട് ക്യാമ്പിൽ വെച്ച് ശുചിമുറിയിൽ വെച്ച് വിനീത് സ്വയം വെടിയുതിർത്തത്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നും എന്തുകൊണ്ടാണ് ഇതിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. കുടുംബം വയനാടാണുള്ളത്. അവരുടെ ഭാഗത്തും ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്ത് സാഹചര്യത്തിലാണ് വിനീത് ഇത്തരത്തിൽ കൃത്യം ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണമോ അത്തരത്തിലുള്ള മറുപടികളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അതാണെങ്കിലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 1 മണിക്കൂർ സമയമെടുത്തായിരിക്കും, വിശദമായിട്ടായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശരി, അനുമോദൊന്ന് തുടരുക. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നാവശ്യപ്പെട്ട CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയെ പരിഹസിച്ച ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുറമേയുള്ള കമ്പനിക്ക് കരാർ കൊടുത്ത് ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു പരിഹാസം. സമസ്തയിൽ ഇപ്പോൾ ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. ശുദ്ധീകരണത്തിന് ആവശ്യമായ ജീവനക്കാർ സമസ്തയിലുണ്ടെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണമെന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോൺടാക്ട് തന്നളിയുന്നോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തയുടെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ, പറയേണ്ടവരോട് കൃത്യമായ മറുപടി ഹാസ്യരൂപേണയാണ് പറഞ്ഞത് ജിഫ്രി തങ്ങൾ. ഏതായിരുന്നു സാഹചര്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയ ഹക്കീം ഫൈസി അതിർശ്ശേരി CIC ജനറൽ സെക്രട്ടറി, അദ്ദേഹം നടത്തിയ ഒരു പരാമർശമായിരുന്നു ഇത് ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ ഈ ഒരു പരിഹാസത്തിലേക്ക് വഴിവെച്ചത്. സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണെന്നും പഴഞ്ചൻ നിലപാടുകളാണ് സമസ്ത സ്വീകരിക്കുന്നതെന്നും സമസ്തയുടെ കാഴ്ചപ്പാട് പലതിലും മാറ്റേണ്ടതുണ്ടെന്നും എല്ലാവരോടും തുറന്ന മനസ്സുള്ള സമീപനം സ്വീകരിക്കണമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നമുക്കറിയാം, സമസ്തയും CICയുമായിട്ട് ഉള്ള ബന്ധം കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ്.
ആ ഒരു ഘട്ടത്തിലാണ് സമസ്തയിലെ ചിലർക്കെതിരെ ഹക്കീം ഫൈസി ദൃശ്യം മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജസ്ലി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്തു നിന്നും മൈസൂരിൽ നടന്ന SKSSന്റെ സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പുറത്തുനിന്നും ആരും ഇവിടെ ശുദ്ധീകരിക്കാൻ വരേണ്ടതില്ല എന്നുള്ള വലിയ ഒരു തമാശ രൂപേണ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. ഇതിന് സമസ്തയുടെ ശുദ്ധീകരണത്തിൻ്റെ കാര്യം സമസ്ത നോക്കിക്കൊള്ളാം, അതിൽ നിന്നും പുറത്തുനിന്ന് ആരും വരേണ്ടതില്ല, ഇതിനുള്ളിൽ തന്നെ ശുദ്ധീകരണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്ന മറുപടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം സംസാരിക്കുന്ന ശൈലി തന്നെയാണ് ഏറ്റവും ഈ CICയെ സംബന്ധിച്ച് അവരെ അപമാനിക്കുന്ന തരത്തിൽ, അവരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന തരത്തിൽ, എന്നാൽ ഹാസ്യരൂപേണ അദ്ദേഹം അത് പരിഹാസത്തോടെ പറഞ്ഞു എന്നുള്ളത് സമസ്തയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് തന്നെയാണ് അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും CICയെ തള്ളിക്കൊണ്ട് സമസ്തയുടെ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വാദത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുപോകുന്നതിൽ എതിർപ്പില്ല എന്ന് അതിജീവിത വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അശ്വതി, ഇതിൽ കോടതി സ്വാഭാവികമായും സ്വീകരിക്കുക ഇതുവരെയുള്ളൊരു മാനദണ്ഡങ്ങൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ അതിക്രമ കേസുകൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ അടക്കം വിചാരണ ചെയ്യപ്പെടുന്നതിനും അത് നടത്തിപ്പ് രീതികൾക്കും സുപ്രീം കോടതി അടക്കം നിശ്ചയിച്ച ചില പൊതു മാനദണ്ഡങ്ങൾ എല്ലാം തന്നെയുണ്ട്. അത് സ്വാഭാവികമായും കീഴ്ക്കോടതികൾക്കും അനുവർത്തിക്കേണ്ടി വരും. പക്ഷെ അതിൽ ഇരയാക്കപ്പെട്ട ഒരാൾ തന്നെയാണ് നേരിട്ട് കോടതിയെ സമീപിക്കുന്നത്. ഇത് അടച്ചിട്ട കോടതിയിൽ വേണ്ട, അത് തുറന്ന കോടതിയിലാകുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്ന് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും ഇങ്ങനെയൊരു പരിഗണന മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് കോടതി ഏത് രീതിയിൽ തീരുമാനമെടുക്കുന്നു എന്നതാണ്. കാരണം ഇത് അതിജീവിതയുടെ തന്നെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ വ്യക്തിത്വത്തെയും കാര്യങ്ങളെയും എല്ലാം തന്നെ മാനിച്ചുകൊണ്ടാണ് പലപ്പോഴും കോടതി ഇങ്ങനെയൊരു തീരുമാനമെടുക്കുകയും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകാതെ തന്നെയും സൂക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഇത്തരം കേസുകളിൽ ഒരിക്കലും അവരുടെ പേര് പോലുമോ അല്ലെങ്കിൽ മറ്റുള്ള സൂചകങ്ങൾ പോലുമോ ഒന്നും തന്നെയും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. മാധ്യമങ്ങളിൽ പോലും അത്ര വരികളോ വാർത്തകളോ വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇതുവരെ പരിരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് തന്നെ തനിക്ക് അതിൽ എതിർപ്പില്ല എന്ന് ഇവർ തന്നെ അറിയിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലുള്ളത്. അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നാണ് അറിയേണ്ടത്. ഇവർ പറയുന്നത്, അതിജീവിത പറയുന്നത്, ഇതിൽ തനിക്ക് എതിർപ്പൊന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ എല്ലാവരും തന്നെ എന്താണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയട്ടെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തനിക്കെതിരെ പലപ്പോഴും ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാമായി പല കാര്യങ്ങളും തന്നെ വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി അറിയട്ടെ, അതിന് തനിക്ക് എതിർപ്പില്ല എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു അന്തിമ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. വിചാരണകളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വിധി പ്രസ്താവം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈകാതെ തന്നെ കോടതി പോകും. ഈ ഒരു അന്തിമവാദം നടക്കുന്ന ഘട്ടത്തിലാണ് അതിജീവിത ഇങ്ങനെയൊരു ആവശ്യവുമായിട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. സ്വാഭാവികമായും കോടതിക്ക് സുപ്രീം കോടതിയുടെ അടക്കമുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം അതിജീവിതയുടെ ഈ ആവശ്യത്തിന്മേൽ എന്താണ് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് കോടതിയുടെ മുൻപാകെ ഈ ആവശ്യം, അതിജീവിതയുടെ ആവശ്യം, അപേക്ഷ വരുമെന്നാണ് തന്നെ മനസ്സിലാക്കുന്നത്. അശ്വതി. ശരി ഡാൻ. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തും. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 4 ചാക്കുകളിലായി 9 കോടി കുഴൽപ്പണം എത്തിച്ചെന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്നും നാളെയും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈദ്യുതി ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. തിരുവനന്തപുരം പട്ടം വൈദ്യുതി ഭവന് മുന്നിൽ നാളെ രാവിലെ 10:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടക്കുന്നതിനാലാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകളിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നാളത്തേക്ക് മാറ്റിയത്. ഇടവേള.
സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്. ദേശങ്ങൾ, ഭാഷകൾ, അതിർത്തികൾ ഒന്നും ബാധകമല്ലാത്ത ഒരു മാന്ത്രികനായിരുന്നു സാക്കിർ ഹുസൈൻ. അദ്ദേഹം എല്ലായിടങ്ങളിലും ആദരിക്കപ്പെട്ടു. എല്ലായിടത്തും അദ്ദേഹത്തിന് അംഗീകാരം തേടിയെത്തുകയും ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ശ്വാസകോശവും സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. 3 വയസ്സിൽ തുടങ്ങിയ ഒരു ജീവിത യാത്രയാണ് സക്കീർ ഹുസൈൻ്റെ സംഗീതത്തിലൂടെയുള്ളത്. 3 വയസ്സിൽ തന്നെ ആ ബാലൻ അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത്. 12 വയസ്സിൽ പൊതുവേദിയിലെത്തി അദ്ദേഹം തൻ്റെ സംഗീത മികവ് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ഒരു ജൈത്രയാത്ര എന്ന് തന്നെ നമുക്ക് പറയാം. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ പുരസ്കാരങ്ങളെല്ലാം നൽകി ആദരിച്ച ഒരു മഹാകലാകാരനാണ് അദ്ദേഹം. നമുക്ക് രവിശങ്കറിനോടൊപ്പം അതല്ലെങ്കിൽ അലി അക്ബർ ഖാനോടൊപ്പം ശിവകുമാറിനോടൊപ്പം ഒക്കെ അതേ ശ്രേണിയിൽപ്പെടുന്ന ഒരു മഹാനായ കലാകാരനാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നോർക്കണം. 1951 അദ്ദേഹം ജനിക്കുന്നത്, മാർച്ച് 9. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തിന് കിട്ടിയ ഒരു ഏറ്റവും അമൂല്യമായ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് 1951 മാർച്ച് 1 ഇന്ത്യയിലേക്ക് ജനിച്ച സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ തബല വായിക്കാനുള്ള വൈദഗ്ധ്യം അത് ആളുകളെ അമ്പരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ആളുകളെ വിസ്മയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആളുകളെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ആളുകളുടെ ജനമനസ്സുകൾ, സംഗീതാസ്വാദകരുടെ മനസ്സുകൾ കീഴടക്കാൻ കഴിഞ്ഞു. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് പുതിയ സൌകര്യം. എരുമേലി വഴി വരുന്നവർക്ക് നേരിട്ട് വാവർനട വഴി പ്രവേശനം നൽകാനാണ് തീരുമാനം. വനവകുപ്പ് പ്രത്യേക പാസ് നൽകിയാകും ഭക്തരെ കടത്തിവിടുക. നേരത്തെ പുല്ലുമേട് വഴി വരുന്നവർക്ക് മാത്രമായിരുന്നു ഈ സൌകര്യം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. എന്തായാലും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പുതിയ ചില സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കാനനപാത വഴി എത്തുന്നവർക്ക് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും തീരുമാനം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയായിരിക്കും ഈ സൗകര്യങ്ങൾ ഉണ്ടാകുക. നമുക്കറിയാം, പുല്ലുമേട് വഴിയുള്ള ദർശനം നടത്തിയെത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക സൗകര്യമുണ്ട്. അതായത് വാവരസ്വാമി നടയുടെ അവിടെ നേരിട്ടെത്തി അവിടെ നിന്ന് നേരിട്ട് 18-ാം പടി കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ കിലോമീറ്ററുകളോളം താണ്ടിയെത്തുന്നവരാണ് എരുമേലി വഴി കാനനപാത പിന്നിട്ട് ഈ വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ പിന്നിട്ട് എത്തുന്ന തീർത്ഥാടകർ. അവരെ സംബന്ധിച്ച് പിന്നെയും ഈ നീലിമലയും അപ്പാച്ചിമേടും ഒക്കെ കടന്ന് കയറി വരുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അവരുടെ ഒരു അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇങ്ങനെയാണ്. അവർക്ക് വനം വകുപ്പ് ഒരു ടാഗ് നൽകും. അതായത് ഇപ്പുറത്തെ പുല്ലുമേട്ടിൽ നൽകുന്ന പോലെ തന്നെ അത് ടാഗ് നൽകിയ ശേഷം അത് കാണിച്ചാൽ പമ്പയിൽ നിന്ന് നേരിട്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴി അവർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. മരക്കൂട്ടത്ത് നിന്നും നേരെ ശരംകുത്തിയിൽ പോകേണ്ട സാഹചര്യം ഇല്ല. നേരെ ഇപ്പുറത്ത് ഈ നടപ്പന്തലും ക്യൂ നിൽക്കാതെ ഈ പുല്ലുമേട് വഴി തീർത്ഥാടകർ എത്തുന്ന വഴിയിൽ തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ആ നിലയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ഇത് അവരുടെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കാനനപാത വഴി വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു പരിധിവരെ വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയിൽ തിരക്കും തുടരുകയാണ്. ഇനി മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ കൂടി സന്നിധാനത്ത് നടക്കാൻ പോകുന്നു. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി ആലോചിച്ചു വരികയാണ് ദേവസ്വം ബോർഡും മറ്റുമുള്ളത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരിമലയിലെത്തുന്ന വിഐപികൾക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. സുപ്രീംകോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ദർശനത്തിന് പ്രത്യേക സൌകര്യം ഒരുക്കി നൽകേണ്ടി വരും. ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്താതെ ഇതിനുള്ള ക്രമീകരണം ഒരുക്കുകയാണ് ബോർഡ് ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. നടൻ ദിലീപിന് നൽകിയ പ്രത്യേക പരിഗണനയോടെയാണ് ശബരിമലയിലെ VIP ദർശനം വീണ്ടും ചർച്ചയായത്.
ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്തി താരത്തിന് സൗകര്യമൊരുക്കിയത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഓരോ ദിവസവും നിരവധി പ്രമുഖരാണ് സന്നിധാനത്തെത്തുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, താരങ്ങൾ തുടങ്ങിയവരും സന്നിധാനത്തെത്തുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്നാണ് ബോർഡിന്റെ നിലപാട്. സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ വരുന്നുണ്ട്, മന്ത്രിമാർ വരുന്നുണ്ട്, MLA മാർ വരുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, അങ്ങനെ ഒരുപാട് പേര് വരും. മറ്റ് ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടിവരും. പക്ഷെ അത് ഒരു ഭക്തജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും. തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു ഇന്നലെ രാത്രി സന്നിധാനത്ത് ദർശനം നടത്തി. സുപ്രീം കോടതി ജഡ്ജി രാജേഷ് ബിന്ദൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. മറ്റു ഭക്തരുടെ ദർശനം തടസ്സപ്പെടുത്താതെയായിരുന്നു ഇവർക്കുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ VIP-കൾ സന്നിധാനത്തെത്തുമെന്നാണ് വിവരം. ദിലീപ് വിഷയത്തിൽ ഹൈക്കോടതി അന്തിമമായി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അരുൺ പാലോടിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. പമ്പ നിലയ്ക്കൽ പാതയിൽ നിലയുറപ്പിച്ച് കാട്ടുകൊമ്പൻ. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് സമീപം വരെ കൊമ്പനെത്തി വാഹനങ്ങൾ ഒതുക്കി നൽകിയതോടെ ആന കാട് കയറി. രാവിലെ 7 മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സാക്കിർ ഹുസൈന് വിട. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. 73 വയസ്സായിരുന്നു. ആ തബല നിശബ്ദമായി. സംഗീത ലോകത്തിന് ഇത് തീരാ ദുഃഖത്തിൻ്റെ ദിനം. ഇന്നലെ പുറത്തുവന്ന വാർത്തകൾ തെറ്റെന്നറിഞ്ഞപ്പോൾ എല്ലാ മനസ്സുകളിലും പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതധികം നീണ്ടില്ല. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഉസ്താദ്. ഒടുവിൽ ആ താളം നിലച്ചു. 3-ാം വയസ്സിലാണ് ഉസ്താദ് സംഗീതത്തിലെ തൻ്റെ അഭിരുചി പ്രകടിപ്പിക്കുന്നത്. അല്ലാരഖയുടെ മകന് സംഗീതം ജന്മസിദ്ധമായിരുന്നു. 7-ാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി. പക്ഷേ തനിക്ക് പകരക്കാരനില്ലെന്ന് തെളിയിച്ചു സാക്കീർ. ആസ്വാദകരുടെ സാമ്രാജ്യം മുന്നിൽ ശിരസ് കുനിച്ചു. പിന്നെ കീഴടങ്ങി. 1951 മുംബൈയിലാണ് സാക്കിറിൻ്റെ ജനനം. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഗ്രാമി അവാർഡുകൾ, അങ്ങനെ എത്രയെത്ര ബഹുമതികൾ. സംഗീതലോകം മൈസ്ട്രോ എന്ന അരനൂറ്റാണ്ടു മുമ്പ് വിശേഷിപ്പിച്ച മാന്ത്രിക ഇനിയും ജനിക്കുമോ ഈ നാട്ടിൽ ഒരിക്കൽ കൂടി? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സൂര്യകൃഷ്ണമൂർത്തി, എങ്ങനെ താങ്കൾ അനുസ്മരിക്കുന്നു ശ്രീ സാക്കിർ ഹുസൈൻ? സംഗീത ലോകത്ത് അദ്ദേഹത്തെ അറിയുന്നതിനേക്കാൾ കൂടുതൽ സാധാരണക്കാർ, സംഗീതത്തെ അറിയാത്തവർ തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിൽ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം കൂടുതൽ ഫേമസ് ആയത്, സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം വളരെ പോപ്പുലർ ആയത് വാട്ട് താജ് എന്നൊരു പരസ്യം ഉണ്ടായിരുന്നു, താജ്മഹൽ ടീയുടെ. അതിൽ അദ്ദേഹം വിരലുകൾ കൊണ്ട് താളം തബലയിൽ സൃഷ്ടിക്കുകയും അതേ താളം തലമുടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരസ്യം പണ്ടുള്ളതാണ്. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ സംഗീതജ്ഞരുടെ ഇടയിൽ മാത്രമല്ല സാധാരണക്കാരുടെ ഇടയിലും അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു. സൂര്യയിൽ അദ്ദേഹം 2 തവണയാണ് കച്ചേരി അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അള്ളാരാഖ യുമായിട്ട് ഒരിക്കൽ കച്ചേരി അവതരിപ്പിച്ചു. 2 പ്രതിമ ബേദി, അന്തരിച്ചുപോയ ഒഡീസി നർത്തകി പ്രതിമ ബേദിയുമായിട്ട് വന്ന് ഒരിക്കൽ ഒരു കച്ചേരി നടത്തി. ഇതിനിടയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരിയും അടുത്തടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു. അത് അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ഒരു ദുഃഖമായിരുന്നു നൽകിയത്. അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നാണ് ഞാൻ അവസാനമായി അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചത്. ഈ സക്കീർ ഹുസൈൻ പോലുള്ള വലിയൊരു മനുഷ്യനെ നേരിട്ട് സംസാരിക്കാനും അങ്ങനെയുള്ള എളുപ്പമോ അത്രയ്ക്കുള്ള വളർച്ചയൊന്നും എനിക്കില്ല.
അപ്പൊ അതുകൊണ്ട് വളരെ ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്നത് സത്യമാണ്. പിന്നെയാണ് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ സൂര്യയുടെ വേദിയിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം വരികയും ഞാനും ശോഭനയും കൂടി ഒരു 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 പ്രോജക്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യം സോളോയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു മറുപടി വന്നില്ല. അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് സംതിങ് ഇന്നോവേറ്റീവ് എന്നാണ്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് മറുപടി തന്നത് കുറച്ച് പുതുമയുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ ആണ് ശോഭനയുടെ ഒരു സ്റ്റേജിന്റെ ഒരു ഹാഫിൽ ശോഭനയും മറ്റ് ഹാഫിൽ സക്കീർ ഹുസൈന്റെ തബലയും. അപ്പൊ ആ താളത്തിനൊത്ത് ശോഭന നൃത്തം ചെയ്യുന്ന ഒരു ഇതിനെ ഞങ്ങൾ വിഭാവനം ചെയ്ത് അദ്ദേഹത്തിന് പ്രോജക്റ്റ് അയച്ചു കൊടുത്തിരുന്നു ഒരു 2-3. അപ്പൊ ഞങ്ങൾ റിമൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ശോഭനയും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു കൃത്യമായ മറുപടി വന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷെ ഇന്നലെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൽനസ്, ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ ആയിരുന്നു എന്നും പലപ്പോഴും ICUവിലായിരുന്നു കഴിഞ്ഞ 2-3 വർഷം എന്നും മനസ്സിലാക്കിയത് ഇന്നലെയാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനൊരു കൃത്യമായ മറുപടി തരാത്തത്. എന്തായാലെങ്കിലും ഒരു അൺഫുൾഫിൽഡ് ഡ്രീം, നടക്കാതെ പോയ ഒരു സ്വപ്നം പോലെ ശോഭനയ്ക്കും എനിക്കും പിന്നെ സൂര്യയ്ക്കും ഒക്കെ ഈ ഒരു പ്രോജക്റ്റ് കിടക്കുന്നു എന്നതാണ് സത്യം. തീർച്ചയായും പ്രേക്ഷകരായ ഞങ്ങൾക്കും അത് വലിയ നഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റ് പ്രമുഖരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ജാക്കിർ ഹുസൈൻ എന്നുള്ളൊരു ഫിനോമിനൻ ഇനി ഉണ്ടാവില്ല. അതായത് ഇറപ്ലേസബിൾ ആയിട്ടുള്ളൊരു വലിയൊരു ലെജൻഡ്. അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ന്യൂസ് ഇപ്പോഴും പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ജാക്കിർ ഭായി ഇല്ലാത്തൊരു വേൾഡ്, ഇല്ലാത്തൊരു മ്യൂസിക്കൽ വേൾഡ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാനൊരു കഴിഞ്ഞ 7 വർഷമായിട്ട് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് ടൈം ചെലവഴിക്കാനായിട്ട്. കാരണം എന്റെ ഹസ്ബൻഡ് സിത്താർ പൂർബായൻ ചാറ്റ് കുറെ ഷോസിന് വായിച്ചിട്ടുണ്ട്. ഷാക്കിർ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഷാക്കിർ സാറിന് മുൻപും ഒരുപാട് തബല ലെജൻസുകളുണ്ട്. പക്ഷേ തബലയുടെ ഒരു എന്താ പറയുക ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്, കാരണം ഷാക്കിർ സാറിന് ഈക്വലായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാനേ പറ്റൂ. കാരണം അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഈ തബല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിനെ ഇത്രയും ജനകീയമാക്കിയത് അദ്ദേഹത്തിനെ പോലെ ആരുമില്ല. കാരണം ഫ്യൂഷൻ ആണെങ്കിലും ഗസലിനാണെങ്കിലും കഥക്കിനാണെങ്കിലും കർണാട്ടിക് മ്യൂസിക്കിന്റെ കൂടെ ആണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ കൂടെ ആണെങ്കിലും എല്ലാം അദ്ദേഹം അതിന്റെ കൂടെ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഓരോ കാര്യം പറഞ്ഞ പോലെയാണ്. ഏത് കുപ്പിയിൽ ഒഴിച്ചാൽ ആ പാത്രത്തിന്റെ രൂപം വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഷാക്കിർ സാർ അങ്ങനെ ഒരു പ്രതിഭാസമായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. ഉസ്താദ് ഫസൽ ഖുറേഷി സാറിന്റെ സ്വന്തം ബ്രദറിന്റെ അടുത്താണ് പഠിച്ചത്. അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയിലെ 3 ഗാനങ്ങളുടെയും പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. ശൈലശ്രീ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ സിനിമ നിർമ്മിച്ചത് ശൈലജ ശ്രീനിവാസനാണ്. സംവിധാനം സോണി ജോസഫ്. മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസൻ നായരും മനു തൊടുപുഴയും ചേർന്നാണ്. ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ സജീവ് സി വാര്യറാണ്. ശ്രീനിവാസൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് അനിൽ കൃഷ്ണയും രവീന്ദ്രൻ തിരുവല്ലയും. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം. സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്. ദേശങ്ങൾ, ഭാഷകൾ, അതിർത്തികൾ ഒന്നും ബാധകമല്ലാത്ത ഒരു